ഹലോ, വെൽക്കം ടു ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ബ്രാൻഡിലെ ഒരുവിധം ലിപ്സ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. മാസ് കോസ്മെറ്റിക്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിൽ ഒരുപാട് ലിപ്സ്റ്റിക്സ് വൈറലായിട്ടും ഉണ്ട്. ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ക്രീമി മാറ്റ് റേഞ്ചാണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ബട്ട് നമ്മുടെ ചുണ്ടിൽ നല്ല കംഫോർട്ടബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഏരിയൽ ഔ, ഒരു പിങ്കി ബ്രൗൺ നോഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് നല്ലോണം ചേരും. ഡസ്റ്റി സ്കിൻ ടോണിന് വേണമെങ്കിൽ ഇടാം, പക്ഷേ ലിപ് ലൈനറിൻ്റെ കൂടെ ഇട്ടാൽ നന്നായിരിക്കും. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് റേഞ്ചാണ്. വളരെ വൈറലായിട്ടുണ്ട്. 199 റുപ്പീസിനാണ് പെർ പീസിന്. സെക്കൻഡ് ഷെയ്ഡ് ഖൂബ്സൂരത് കുച്ചിപ്പുടി. ഇതിൻ്റെ ഷെയ്ഡ് നെയിംസ് ഒക്കെ നല്ല സൂപ്പറാണ്. ഇന്ത്യയിലത്തെയും ഫോറിൻ കൺട്രീസിലെയും ഡാൻസ് ഫോംസിൻ്റെ പേരിലാണ് ഇതിൽ പല ഷെയ്ഡ് നെയിംസ്. അത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നും, നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ്, ആദ്യത്തെ ഷെയ്ഡ് ഏരിയൽ ആവും, അത് ഏരിയൽ ആക്ട് ഇല്ലേ, അങ്ങനത്തെ ഡാൻസ് ഫോം, അതിൻ്റെ പേരാണ്. രണ്ടാമത് ഖൂബ്സൂരത് കുച്ചിപ്പുടി നമുക്കറിയാമല്ലോ. അങ്ങനെ കുറേ ഒരുപാട് നല്ല വെറൈറ്റി പേരുകളുണ്ട്. ഹിപ്പ് ഹോപ്പ്, സുംബ, സെസ്റ്റി സുംബ, മെജസ്റ്റിക് മാംബോ, അങ്ങനെ എല്ലാം ഡാൻസ് ഫോംസിൻ്റെ പേരാണ്. ലവ് ലാവണി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നെയിംസ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നും. ഒരു ഇന്ത്യൻ ബ്രാൻഡാന്ന് തന്നെ നമുക്ക് ആ ഷെയ്ഡിൻ്റെ പേര് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ഷെയ്ഡാണ്. ഇതിനൊരു ഓറഞ്ച് അണ്ടർടോൺ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, വാം സ്കിൻ ടോണിന് ചേരുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. എല്ലാ സ്കിൻ ടോണിന് ചേരും. വാം സ്കിൻ ടോണിന് കുറച്ചും കൂടെ ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. നെക്സ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് മാസിൻ്റെ മാറ്റിനി ലിപ്സ്റ്റിക്. ഇതിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. മാസ് മാറ്റിനി എന്നാണ്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ലൊരു ലക്ഷൂറിയസ് പാക്കേജിങ് പോലത്തെ സൂപ്പർബായിട്ടുള്ള പാക്കേജിങ് ആണ്. ഇതിൻ്റെ ഒരു ബ്രൗൺ നോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു കൂൾ ടോൺ ബ്രൗൺ നോഡാണ്. ഷെയ്ഡ് എന്താ, ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. ഷെയ്ഡിൻ്റെ പേര് ന്യൂഡ് ഫ്ലേർട്ട്. ഒരു കൂൾ ടോൺ ബ്രൗൺ ന്യൂഡാണ്. വാം സ്കിൻ ടോൺസ് ഇടുമ്പോൾ ജസ്റ്റ് ലിപ് ലൈനർ ഉപയോഗിക്കുക, എന്നാലും ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മേക്കപ്പിൻ്റെ കൂടെ ഈ ഒരു ഷെയ്ഡ് ബ്രൗൺ ഗേൾസിന് ഇടാൻ പറ്റും. എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഇഫക്റ്റ് തന്നെ തരും. ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത ക്ലോസ് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെയാണ് ക്ലോസിങ്. അത് ഇങ്ങനെ പെട്ടെന്നുള്ളത് ഇങ്ങനെ അല്ല, ഇങ്ങനെ നമ്മൾ തിരിക്കണം. ഇതാണ് ഈ ബുള്ളറ്റിൻ്റെ ഒരു ഇത്. നല്ല ലക്ഷൂറിയസ് പാക്കേജിങ്. ഇതിനൊരു 300 ആ റേഞ്ചിൽ വരും, പക്ഷേ സെയിലിൽ എപ്പോഴും കിടക്കും. ഇതിൽ കുറേ വെറൈറ്റി ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡേ ഉള്ളൂ. റെഡ്സ് ഉണ്ട്, പിങ്ക്സ് ഉണ്ട്, ബ്രൗൺസ് ഉണ്ട്. നല്ലൊരു വെറൈറ്റി അത്. അടുത്തത് മാസിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിലൊരുപാട് ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് റോക്ക് ദ ന്യൂഡ് എന്ന് പറഞ്ഞിട്ട്, ഷെയ്ഡ് നമ്പർ 19. ഇതൊരു പിങ്കി ബ്രൗൺ ഷെയ്ഡ്, സിമിലർ ടു ആ നേരത്തെ ഏരിയൽ ഏവ് എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ ഒരു സിമിലർ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ പ്രൂഫാണ്, മാറ്റാണ്, ചുണ്ടിൽ കംഫോർട്ടബിൾ ആണ്. ഒരുപാട് ഒരു 5 hours വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ലിപ് ബാം ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഇതിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് വലിയ ഇഷ്ടമായില്ല. കാരണം ഇത് ഇങ്ങനെ തിരിച്ച് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വലിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാത്രമേ ഈ പാക്കേജിങ്ങിന് എനിക്ക് ഇഷ്ടമില്ലാണ്ട് പോയിട്ടുള്ളൂ. മേ ബി പെട്ടെന്ന് ഡ്രൈ ഡൗൺ ചെയ്യാണ്ടിരിക്കാനോ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്. ഇത് ആ ഒരു ആപ്ലിക്കേറ്റർ അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം വരുന്നത്. ബട്ട് നല്ല ലിപ്സ്റ്റിക്ക് വളരെ നല്ലതാണ്. ഇത് വേറൊരു ഷെയ്ഡാണ് ഹാർട്ട് തീഫ് 09. ഇത് ഡസ്കി സ്കിൻ ടോണിന് പറ്റുന്നതാണ്. 09 ബ്രൗൺ ഷെയ്ഡാണ്. ഒരു വാം ടോൺ, നല്ലൊരു ബ്രൗൺ. ഒരു L80 നട്ടി ഡിലൈറ്റൊക്കെ ആ ഒരു ഷെയ്ഡിനോട് സിമിലറാന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഡസ്റ്റി ബർഗണ്ടി അണ്ടർടോണും കൂടെ വരുന്നുണ്ട് അതിന്. വേഗം പോവാണ്, കാരണം ഒരുപാട് റേഞ്ചസ് പരിചയപ്പെടുത്താറുണ്ട്. ഇത് തിരിച്ചു വെക്കാൻ എനിക്ക് തോന്നുന്നു ആപ്ലിക്കേറ്റർ പൊട്ടിപ്പോവും. അത് മാത്രം എനിക്ക് ഇഷ്ടമുള്ളതുള്ളൂ. പിന്നെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട്.
ഇത് മുമ്പത്തെ ആദ്യം അവർ ഇറക്കിയിട്ട് ഒരു മാസ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിനൊരു എന്തെങ്കിലും പെർഫോമൻസിന് ചില പ്രശ്നങ്ങൾ, അത് തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അതൊരു കുഴപ്പമുണ്ട്. കാൻഡീഡ് ആപ്പിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 04. ഇത് എല്ലായിടത്തും അവൈലബിൾ അല്ല. ആമസോണിൽ കാണുന്നുണ്ട്, മീഷോയിലും. ഇതൊരു പിങ്ക് നോഡ് ആണ്. പീച്ച് അണ്ടർടോൺ വരുന്നുണ്ട്. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ മാത്രമേ ഇത് പറ്റൂ. ഇതിൽ കുറേ വെറൈറ്റി ഷെയ്ഡ് ഉണ്ട്, പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല. അത് ചില സൈറ്റിലേ ഉണ്ടാവും, കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഇതായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ മാസിൻ്റെ വേറെ ഒന്നുണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തത്, മാസിൻ്റെ ലിപ്സ്റ്റിക് പെൻസിൽ. പക്ഷേ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊരു 4 പീസ് ലിപ്സ്റ്റിക് സെറ്റാണ്. എനിക്ക് 289 റുപ്പീസിന് മീഷോന്ന് കിട്ടിയതാണ്. ഇത് ഒരു ബ്രൗൺസ്, എല്ലാം ബ്രൗൺ ആണ്. ന്യൂഡ് ബ്രൗണ്, മൾബറി ബ്രൗണ്, ഡീപ്പ് ബ്രൗണ്, റോസി ബ്രൗണ്. ഇത് ക്രീമി മാറ്റ് ഫോമാണ്. മാറ്റിനൊക്കെ എഴുതിയിട്ടുണ്ടോ, ക്രീമി മാറ്റാണ്. ഇത് ഇതാ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ്, എല്ലാം സ്വാച്ച് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരുപാട് റേഞ്ച് ഉണ്ട്, റെഡ് റേഞ്ച്, മെറൂൺ റേഞ്ച്. ഇതിലൊരു ഷെയ്ഡാണ്, പക്ഷെ ക്രീമി മാറ്റാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ്. പിന്നെ ന്യൂഡ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരും. ഇത് ട്രാൻസ്ഫർ ഒന്നാവും, എല്ലാം ട്രാൻസ്ഫർ ആവും. ക്രീമി മാറ്റ് റേഞ്ച് നേരത്തെ ഖൂബ്സൂരത് കുച്ചിപ്പൊടി ആദ്യം കാണിച്ച ഇതില്ലേ, അതുപോലെയല്ല. ബട്ട് ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക് പെൻസിൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇതും വാങ്ങാവുന്നതാണ്. നെക്സ്റ്റ് റേഞ്ച് മാസിൻ്റെ ബട്ടർ സ്മൂത്ത് ലിപ്സ്റ്റിക്ക്. ഈസിലി ഗ്ലൈഡ് ആവുന്ന, എൻ്റെ ദൈവമേ അത്രയും ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഞാൻ വേണമെങ്കിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ 2 ഷെയ്ഡ്സാണ് എൻ്റെ അടുത്തുള്ളത്. മാസ് ബട്ടർ സ്മൂത്ത് ലിപ്സ്റ്റിക്ക്. ഇത് എവറിഡേ ന്യൂഡ് ഷെയ്ഡ് നമ്പർ 22, പിന്നെ ഫസ്റ്റ് ഡേറ്റ് 24. 2 ന്യൂഡ് ഷെയ്ഡ്സാണ് വാങ്ങി. ഇതിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഉണ്ട്. എനിക്ക് അത്ര ബോൾഡായ ഷെയ്ഡ്സ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സട്ടിലായിട്ടുള്ള ഷെയ്ഡ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എവറിഡേ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ്സ്. വരച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകും. കണ്ടോ, ഇതൊരു പീച്ചി ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, എന്ത് ഈസി ആയിട്ട് ഗ്ലൈഡ് ആവുമെന്ന് അറിയോ. ഇത് സെറ്റായാൽ ട്രാൻസ്ഫർ പ്രൂഫ് ആവും. ബട്ട് നമ്മൾ പാച്ചി ആയിട്ട് തന്നെ പോകും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ. ബട്ട് ചുണ്ടിൽ നല്ല കംഫോർട്ടബിളാണ്. മീഡിയം സ്കിൻ ടോൺ വരെ ഈ ഒരു ഷെയ്ഡ് ഓക്കെയാണ്. ഡസ്കി സ്കിൻ ടോണിന് ചേരില്ല. ഇത് എവറിഡേ ന്യൂഡ്. മറ്റേ ഷെയ്ഡ് ഞാൻ അതിൽ കാണിച്ചു തരാം. ഇത് ഫെയർ സ്കിൻ ടോണ് മാത്രമേ പറ്റുന്നുള്ളൂ. ഞാൻ വരെ ഇത് ലിപ് ലൈനറിൻ്റെ കൂടെ ഇടുന്നത്. ഇതൊരു പിങ്ക്, സിമിലർ ഷെയ്ഡാണ്, ചെറിയൊരു വ്യത്യാസം. മറ്റൊരു പീച്ച് അണ്ടർടോൺ വരുന്നുണ്ട്. ഇതിനൊരു എനിക്കൊന്ന് കൂൾ ടോൺ പിങ്ക് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് വലുതായിട്ട് ചേരുന്നില്ല, എന്നാലും ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാറുണ്ട്. ഈ ഷെയ്ഡിൻ്റെ പേര് ഫസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് മാസിൻ്റെ ഡബിൾ ട്രിബിൾ. ഇത് 2 ഷെയ്ഡ് ഉണ്ട്, കണ്ടോ. ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇത് ലിപ് ക്രയോൺ, റിട്രാക്റ്റബിൾ ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രോൺസ് റൂബി. ഇത് ഞാൻ മാസിൻ്റെ വേറൊരു പോപ്പിൻസ് റേഞ്ചിലൊരു ലിപ് ക്രയോൺ ഉണ്ട്. അതിലൊരു ഷെയ്ഡ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. പർപ്പിളുകാർ പറ്റിച്ചാണ്. ബട്ട് ഇത് നല്ല സാധനം. ഒരു ലിപ് ക്രയോണിന് വരെ എനിക്ക് 2 ലിപ് ക്രയോൺ കിട്ടി. ഓർഡർ ചെയ്യാത്ത സാധനം വന്നാൽ, എന്നാലും ഞാൻ റിട്ടേൺ ചെയ്തില്ല. ബ്രോൺസ്ഡ് റൂബി 06. ഈ റേഞ്ച് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചല്ല, അത് യാദൃശ്ചികമായി എനിക്ക് കിട്ടിയതാണ്. എന്താ ഇത് ലാഭം തന്നെയാണ്, കാരണം 2 ഷെയ്ഡും കൂടെ നമുക്ക് ഒന്നിൽ കിട്ടുന്നുണ്ട്. ഇതിൽ ഈ ഒരു വശത്ത് ബ്രോൺസ് ഷെയ്ഡ്, ഒരു ഓറഞ്ച് ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്, ഈ ഷെയ്ഡിലൊരു റെഡ് ഷെയ്ഡ്. 2 ഷെയ്ഡും കൂടെ ഒന്നിൽ കിട്ടുമ്പോൾ ലാഭം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 250 ഇതിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് നല്ലൊരു ലാഭമാണ് ഈ സാധനം വാങ്ങിയാൽ. പക്ഷെ ലിപ് ക്രയോൺ ആകുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, എന്നാലും കുഴപ്പമില്ല. 2 ഷെയ്ഡ് ഒന്നിൽ കിട്ടുമ്പോൾ നമുക്ക് ലാഭമല്ലേ. മാസിൻ്റെ ഡബിൾ ട്രിബിൾ ലിപ് ക്രയോൺ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ റിട്രാക്റ്റബിൾ ആയിട്ട് ഞാൻ
ഡസ്കി സ്കിൻ ടോണിനെ പറ്റിയ ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നതിൽ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, ക്രേസി റേസിൻ ഷെയ്ഡ് നമ്പർ 11. ഞാൻ സ്വാച്ച് ചെയ്യുന്നില്ല, ഡാർക്ക് ഷെയ്ഡാണത്. ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറവാണ്, നല്ലൊരു ബോം കളറാണ് അത്. ഡസ്കി സ്കിൻ ടോണൊക്കെ വളരെ സൂപ്പറായിരിക്കും. എനിക്ക് വളരെ ബ്രൈറ്റായിട്ടാണ്. ഇതിൽ പ്ലം അണ്ടർടോൺ ഉണ്ട്, വൈൻ അണ്ടർടോൺ ഉണ്ട്, കോഫി ബ്രൗൺ അണ്ടർടോൺ ഉണ്ട്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ സ്വാച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ, എന്നാലും നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഇങ്ങനൊരു ഷെയ്ഡ്, അത്രയും ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ വൈറലായിട്ടുള്ള ലിപ് ക്രയോൺസ്. ഇതിൽ മാസ് വോണ്ട് സ്മഡ്ജ് വോണ്ട് ബഡ്ജ് ലിപ് ക്രയോൺ. ഇതെന്ന് വെച്ചാൽ എല്ലാ ഷെയ്ഡും ഒരുവിധം വൈറലാണ്, കാരണം ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ആണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇന്ത്യയിൽ അധികം ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഒരു ഡസ്കി സ്കിൻ ടോണാണ്. അപ്പോൾ അതിന് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഇന്ത്യയിൽ ഇറക്കേണ്ടത്, അല്ലാണ്ട് ചെറിയ പിങ്ക് ഷെയ്ഡൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. മെയിനായിട്ട് ഈ ഓറഞ്ച് ബ്രൗൺ ആണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്, റെഡ്. ഇതിൽ ഒരുപാട് ഒരു വൈറലായിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്, ഗേൾ പവറിൻ്റെ. അത് ഞാൻ കാണിക്കുന്നില്ല. വേറെ 2 ഷെയ്ഡ് കാണിക്കുക, എല്ലാവരും കാണിച്ചല്ലേ. ബെറി ബ്രേവ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. ബെറി ബ്രേവ് ഷെയ്ഡ് നമ്പർ 13. രണ്ടും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഒരു വാം ബ്രൗൺ ഷെയ്ഡ് കണ്ടോ, ഒരു യെല്ലോ അണ്ടർടോൺ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റാണ്. ബട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിലാവും. അതിൽ ആ ഒരു ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ആ കപ്പിൽ ഇത് പറ്റും. അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. ബട്ട് കുഴപ്പമില്ല കേട്ടോ, ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാം. ഇത് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ്, ടെറാക്കോട്ട ലിപ്സ്റ്റിക് എന്നൊക്കെ പറയില്ലേ, ഓറഞ്ച്. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, ക്ഷമിക്കണം. എന്നാൽ നിങ്ങൾക്ക് പുതിയ റേഞ്ചസൊക്കെ കാണുന്നതുകൊണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നെക്സ്റ്റ് മാസിൻ്റെ ഒരു ബോക്സ് ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ, മാറ്റ് ബോക്സ്. നിങ്ങൾ പലതിൽ കണ്ടിട്ടുണ്ടാവും, ബ്രൗൺസ്, 3 ബ്രൗൺസ് ആയിട്ടൊരു ബോക്സ്, റെഡ്സ് ആൻഡ് മെറൂൺസ്. ഇതിൽ 6 റേഞ്ച് ഉണ്ട്. ഇതിൽ തന്നെ 6 ഷെയ്ഡ് റേഞ്ച്. ഫസ്റ്റ് റെഡ്സ് ആൻഡ് മെറൂൺസ്, പീച്ചസ് ആൻഡ് നോട്ട്സ്, ഇത് 03 പ്ലംസ്, 4 ബ്രൗൺസ്, 05 ബ്ലഷ്ഡ് നോട്ട്സ്, 06 ഓൾ റൗണ്ടർ. ഇതിൽ ഞാൻ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പ്ലംസിൻ്റെ. ബ്രൗൺസ് ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല. സോ ഇതിൽ ഞാൻ പർപ്പിൾ ലിപ്സ്റ്റിക്സ്, ഇതിൽ 3 ഷെയ്ഡ്സ് ഉണ്ട്. ഒന്നൊരു മോവി പേർപ്പിൾ, ഒരു ഡാർക്ക് നമ്മുടെ വഴുതനങ്ങയുടെ പർപ്പിൾ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്. ഇത് ഒരു ആദ്യത്തെ ഷെയ്ഡ് 07. ഒരു ഇതിലിപ്പോൾ സ്വാച്ച് ചെയ്യാൻ സ്ഥലമില്ല, ഇവിടെ സ്വാച്ച് കണ്ടോ. ഇതൊരു മോവി പേർപ്പിളാണ്, 07. ഈ ഷെയ്ഡിൻ്റെ പേര് ട്രെൻഡ് അലേർട്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഇത് ക്രീമി മാറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച റേഞ്ച് അതേപോലെയാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല, ട്രാൻസ്ഫർ ആവും. ബട്ട് ഇത് വളരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു ഇങ്ങനെ ബോക്സിലുള്ള 3 ഷെയ്ഡ് നമുക്ക് കിട്ടുമല്ലോ. ഇതൊരു കുറച്ച് ഭയങ്കര ഡാർക്ക് പർപ്പിൾ കളറാണ്, ശരിക്കും ആ ബ്രിഞ്ചോളിൻ്റെ കളറാണ്. ഇത് ഡസ്കി സ്കിൻ ടോൺ സൂപ്പറായിരിക്കും. ഫെയർ സ്കിൻ ടോൺ ഭയങ്കര ഒരു ഗ്രഞ്ചി, ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ്. എനിക്ക് ഇഷ്ടമായിട്ടില്ല അത്. പക്ഷേ ഇതിൽ കുറച്ച് പിങ്കെല്ലാം മിക്സ് ചെയ്ത രസമുണ്ടാവും. ഇനി അടുത്ത ഷെയ്ഡ് മാഗ്നറ്റിക് എന്ന് പറഞ്ഞ ഷെയ്ഡ് 09. ഇതൊക്കെ ക്രീമി മാറ്റ് റേഞ്ചിൽ ഇതേ ഷെയ്ഡിൽ വേറെ കിടക്കുന്നുണ്ട്. ഇത് മാക് മെഹറിൻ്റെ ഡ്യൂപ്പാണെന്ന് പറയും. മാക് ലിപ്സ്റ്റിക്കിൻ്റെ മെഹർ എന്ന് പറഞ്ഞ ഷെയ്ഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഡ്യൂപ്പാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഡ്യൂപ്പാ തോന്നില്ല. അത് ഇച്ചിരി ലൈറ്റാണ്, ഇച്ചിരി ഡാർക്കാണ്. എന്നാലും മീഡിയം സ്കിൻ ടോൺ വരെ പറ്റും. ഇത് ഡസ്കി സ്കിൻ ടോണും പറ്റും. ഇത് വാങ്ങിച്ചാൽ ലൈറ്റ് ഷെയ്ഡ്സ് ഡാർക്കായിട്ട് മിക്സ് ചെയ്തിടാണെങ്കിൽ 3 ഫെയറിനാണെങ്കിലും മീഡിയത്തിനാണെങ്കിലും ഡസ്കിക്കാണെങ്കിലും എല്ലാവർക്കും ഈ 3 ലിപ്സ്റ്റിക് ഉള്ളത് ഉപകാരമുള്ള സാധനമാണ്. കാരണം നമുക്ക് കുറേ ലിപ്സ്റ്റിക്ക് വാങ്ങണം. ഇപ്പോൾ ചിലവർക്ക് പർപ്പിൾ ലിപ്സ്റ്റിക് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ബ്രൗൺ ലിപ്സ്റ്റിക്ക്. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിടാമല്ലോ. മാസിനെ എന്തായാലും കൺട്രാലിറ്റിയാണ് ഇങ്ങനെ ഒരു റേഞ്ച് ഇറക്കിയതിന്. ഇതിൻ്റെ എല്ലാ ബോക്സും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. സോ
സോ ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്ലംസിൻ്റെ ആണ്. നിങ്ങൾക്ക് ബ്രൗൺസിൻ്റെ ഉണ്ട്, റെഡ്സ് ആൻഡ് മെറൂൺസിൻ്റെ ഉണ്ട്. ഏത് വേണമെങ്കിലും വാങ്ങാം. ഒരു 400 ആണ് അതിൻ്റെ ശരിക്കുള്ള ഇത്. പ്രൈസ് വന്നിട്ട് 447. ബട്ട് നിങ്ങൾക്ക് 250 ഇത് കിട്ടുന്നുണ്ട് മീഷോയിലൊക്കെ. അതിലൊക്കെ നോക്കി ഓഫർ പോലെ നിങ്ങൾക്ക് വാങ്ങാം. എന്തായാലും ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇതിനെ ശരിക്കും മാസുകാരെ കൺട്രോലേറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു റേഞ്ച് ഇറക്കി. ഇനി നെക്സ്റ്റ് ലിപ് ക്രയോൺ തന്നെയാണ്. മാസിൻ്റെ സൂപ്പർ സ്റ്റേ ലിപ് ക്രയോൺ. ഇതിനെ സംബന്ധിച്ച്, ഈ ഒരു റേഞ്ചിനെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൽ ഒരുപാട് ബോൾഡ് ഷെയ്ഡ്സ് ഉണ്ട്, ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് വാങ്ങിച്ചത്. ഇതിൽ മാസ് നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് സൂപ്പർ സ്റ്റേ ആണ്. കണ്ടോ, ഇത് ഇച്ചിരി കൂടെ ഒരു സ്കെച്ച് പെൻ പോലെയൊക്കെ. പിന്നെ താഴെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കണ്ടോ, ഇതൊരു കൂൾ ടോൺ ബ്രൗൺ ഷെയ്ഡാണ്, ഒരു വെറൈറ്റി ബ്രൗൺ ഷെയ്ഡ്. കണ്ടില്ലേ, സിമിലർ ടു മാസ് മാറ്റിനി ന്യൂഡ് ഫ്ലേർട്ട്, ആ ഗോൾഡൻ കളർ പാക്കേജിങ് ഉള്ള. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് തന്നെ സംഭവം. എന്നാൽ യഥാർത്ഥ മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പോലെ ഇങ്ങനെ ഇറച്ചിടണ്ട, ഒരു ബട്ടർ സ്മൂത്ത് തന്നെയാണ്, ബട്ട് കുറച്ചും കൂടെ ചെയ്യും. ഇനി ഷെയ്ഡ് നമ്പർ 14 എൻചാൻറ്റഡ്. ഇതൊരു മൗ ഷെയ്ഡാണ്. കണ്ടോ, എല്ലാവരും ഡസ്കി സ്കിൻ ടോൺ ഇത് ചേരും. നല്ലൊരു റേഞ്ച്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 399 ഒക്കെ വരുന്നുണ്ട്. എന്നാലും അതും സെയിലിൽ കിട്ടുന്നതാണ്. മാസിൻ്റെ എപ്പോഴും ഒരു സെയിലുണ്ടാവും, അപ്പോൾ നമുക്ക് കിട്ടും. ഇത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തതാണ് മാസിൻ്റെ പോപ്പ് സ്റ്റാർ ലിപ് മൂസ്. ഇതിൽ ഒരു ഷെയ്ഡ് ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡ്യൂപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ഒരു ഡ്യൂപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിസ് ബ്യൂട്ടി ബ്രാൻഡി ഹാരിങ്ടൻ്റെ ഡ്യൂപ്പാണ്. ലവ് എർത്തിൻ്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ ഡ്യൂപ്പാണ്. ഇതിൽ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. സെറ്റിലായി കഴിഞ്ഞാൽ നല്ലോണം ട്രാൻസ്ഫർ പ്രൂഫാണ്. ആ ഷെയ്ഡ് ഹോട്ട് ടോപ്പിക്, ഷെയ്ഡ് നമ്പർ 18. പിന്നെയും കാണിച്ചു തരികയാണ്. സട്ടിലായിട്ടുള്ള റെഡ് നോട്ട് ഞാൻ കാണിച്ചതാ. സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. ഇത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഫെയിം എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പർ 12. ഇതും ഒരു മാവ് ഷെയ്ഡാണ്. എനിക്ക് ഈ മാവ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എല്ലാ മാവ് ഷെയ്ഡും എനിക്ക് ചേരില്ല. ഞാനിപ്പോൾ ആ ഷെയ്ഡോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചു പോകും. ഇത് പക്ഷേ എനിക്കൊരു ചേരുന്ന മാവാണ്, കുറച്ച് ഡാർക്ക് മാവ്. എല്ലാ ലിപ്സ്റ്റിക്കും കൂടെ ഇനിയും ഒരുപാട് റേഞ്ചസ് ഉണ്ട്. മാസിൻ്റെ തന്നെ ഇനിയും കൊടുത്താൽ നമ്മൾ 1 hour വീഡിയോ ചെയ്യേണ്ടി വരും. അത്രയും റേഞ്ചസ് അവർ ഓരോ ആഴ്ച ഓരോ റേഞ്ച് അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാസിൻ്റെ ഒരു അഫോർഡബിൾ ബ്രാൻഡാണ് മാസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരുവിധം പ്രൊഡക്ട്സ് കുഴപ്പമില്ലാതില്ല, നല്ല എനിക്കൊന്നു ഹൈ എൻഡ് പ്രൊഡക്ട്സിനേക്കാളും നല്ല പ്രൊഡക്ട്സ് മാസ് ഇറക്കുന്നുണ്ട്. സോ മാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിരിക്കണം എന്നാണ് പറയാനുള്ളത്. ഹൈ എൻഡ് വാങ്ങുന്നവരാണെങ്കിലും. പിന്നെ ആകെക്കൂടെ ഒരു പ്രശ്നം, ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു കോഫിയുടെ സ്മെല്ല് ഒരുവിധം ലിപ്സ്റ്റിക്സിനൊക്കെ ഉണ്ട്. ഇതിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ അന്ന് കാണിച്ചില്ലേ, ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആപ്ലിക്കേറ്റർ മാത്രം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. അത് മാത്രമേ അതിന് കുഴപ്പമുള്ളൂ. ബട്ട് ലിപ്സ്റ്റിക്കിൻ്റെ പെർഫോമൻസിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനൊരു സ്മെല്ലുണ്ട്, ഒരു കോക്കനട്ട് ഓയിൽ ചീത്തയാകുമ്പോൾ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല്. ആ ഒരു സ്മെല്ലിനെ ഒഴിച്ചാൽ ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇതിനൊരു കോഫിയുടെ സ്മെല്ലാണ്. ബട്ട് അതും വലിയ അൺപ്ലസൻറ്റ് സ്മെല്ലൊന്നുമല്ല. എന്നാൽ ചിലവർക്ക് ഈ സെൻറ്റഡ് ലിപ്സ്റ്റിക്ക് പൊതുവേ ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. സെൻറ്റഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ലിപ്സ്റ്റിക്ക് വാങ്ങണ്ട. നിങ്ങൾക്ക് അധികം സെൻറ്റ് ഇല്ലാത്ത ലിപ്സ്റ്റിക്ക് വാങ്ങുന്നതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മാസിൻ്റെ ചില ലിപ്സ്റ്റിക്കൊന്നും നിങ്ങൾക്ക് അറിയാത്ത ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊക്കെ അറിയുന്നതാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തന്നതാണ്. എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും ചെയ്തതാണ് മാസിൻ്റെ. സോ എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത പുതിയ റേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.